ആലപ്പുഴയിൽ സ്ട്രോങ് റൂമിൽ തകരാറിലായ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തന സജ്ജമാക്കി. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് തകരാറുകൾ പരിഹരിച്ചത്. സ്ഥാനാർത്ഥികളെ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടറുടെ ഓഫീസ് അറിയിച്ചു. ആലപ്പുഴയിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ്. പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു ഇടിമിന്നൽ പറ്റിയതാണ്. അങ്ങനെ പറ്റിയത് തന്നെയാണോ? അത് എന്താണ് ഉണ്ടായ സംഭവം? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ഈ സംഭവം അതായത് ഇന്നലെ നമുക്കറിയാം ആലപ്പുഴയിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വേനൽമഴ കിട്ടുന്ന ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് പറയുന്നു. അത് ഇന്നലെ പ്രാവർത്തികമായി അങ്ങനെ വേനൽമഴ ലഭിച്ചു. ആ വേനൽമഴ അത്ര ശക്തമൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ്. ഏകദേശം 1 മണിക്കൂറോളം ആലപ്പുഴ ജില്ലയിൽ മഴ പെയ്തിരുന്നു. ആ ഇടിമിന്നലിലാണ് ഈ ക്യാമറകൾക്ക് കേടുപാടുകൾ പറ്റിയെന്നുള്ളതാണ് ഇന്നലെ നമുക്ക് ലഭിച്ച പ്രധാനപ്പെട്ട വിവരം. ഈ ആലപ്പുഴ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് ഇത്തരത്തിൽ സ്ട്രോങ് റൂമുകൾ ഉള്ളത്. അതായത് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളാണ്. അതിൽ 10 CCTV ക്യാമറകളുണ്ട്. ആ 10 CCTV ക്യാമറകൾ ഇത്തരത്തിൽ തകരാറിലായി എന്നൊരു വിവരമാണ് ലഭിച്ചത്. അതിൽ വലിയ ആശങ്ക തന്നെ ഇന്നലെ തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരൊക്കെ വലിയ ആശങ്ക പങ്കുവച്ചിരുന്നു. അവർ തന്നെ ഇന്നലെ രാത്രിയിൽ തന്നെയും ഇങ്ങോട്ട് എത്തുകയും ഇത് പരിശോധിക്കുകയൊക്കെ ചെയ്തു. ഇന്നലെ രാത്രി തന്നെ ഈ ജില്ലാ കളക്ടർ ഓഫീസിൽ നിന്നും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഇത് ഇന്നലെ രാത്രി തന്നെ ഏതാണ്ട് 8 ക്യാമറകളോളം പരിഹരിച്ചിരുന്നു. 8 ക്യാമറകളുടെ കേടുപാടുകൾ പരിഹരിച്ചിരുന്നു. അതിനുശേഷം 2 ക്യാമറകൾ ഇന്ന് ശരിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഇന്നലെ അതിന് വിശദീകരണം നൽകിയിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെയും ഇന്ന് പുലർച്ചെയൊക്കെ ആയിട്ട് അത് പരിഹരിച്ചിട്ടുണ്ട്. മുഴുവൻ ക്യാമറകളും ഇപ്പോൾ പഴയ പടിയിലായി. നമുക്കിപ്പം ദൃശ്യങ്ങൾ കാണാൻ ഇവിടെ പഴയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ തകരാറുകൾ പരിഹരിച്ചത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ മുമ്പിലാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും വലിയ പഴയ പടിയിൽ സെക്യൂരിറ്റിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ തരത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് കൂടിയായിട്ടുള്ള എം ലിജു ഈ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് ഈ പരാതി നൽകിയിരുന്നു. ഇത് എത്രയും വേഗം ഈ സുരക്ഷ കൂട്ടണമെന്നുള്ള ആവശ്യം, പുതിയ ക്യാമറകൾ സ്ഥാപിക്കണമെന്നൊക്കെ ഒരു ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ കളക്ടറുടെ ഓഫീസ് നമ്മളെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട വരെ ഈ ക്യാമറകൾ പുനഃസ്ഥാപിക്കണം അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കേണ്ട ഒരു ആവശ്യം നിലവിലില്ല എന്നുള്ളതാണ്. കാരണം ഈ ക്യാമറകൾക്കല്ല അതിൻ്റെ ഇലക്ട്രോണിക് സംവിധാനത്തിനാണ് ഇത്തരത്തിൽ ഈ ഇടിമിന്നലിൽ ഓവർലോഡ് കയറി ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. അത് ഏതാണ്ട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ആശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അത് പരിഹരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഓഫീസ് അറിയിക്കുന്നത്. സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഹാഷ്മി, ക്രിസ്റ്റീന.